ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ഇന്ന് ജാമ്യം ലഭിച്ചു. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യമാണ് ഇയാൾക്ക് ലഭിച്ചത്. പുറത്തിറങ്ങുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കെട്ടപ്പാളി കേസിലെ ജാമ്യാപേക്ഷ ബുധനാഴ്ച വിജിലൻസ് കോടതിയിൽ വാദം കേൾക്കാനിരിക്കെയാണ് മറ്റൊരു പ്രതി സുധീഷ് കുമാർ പുറത്തേക്ക് ഇറങ്ങുന്നത്. എൻ വാസുവിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തൊരു വാർത്ത കൂടിയൊന്നുണ്ട്. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് അതിൻ്റെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട്. ആർ അനന്തകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. അനന്തൻ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതിൻ്റെ കാരണം ശാസ്ത്രീയ പരിശോധനാ ഫലം അത് പരിപൂർണമായി വളരെ ആക്യുറേറ്റായി ലഭിക്കാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങും. ഇന്നിപ്പോൾ സുധീഷ് കുമാർ പുറത്തിറങ്ങി. ഇത് SITക്ക് തിരിച്ചടിയാണോ അതല്ല ഈ അന്വേഷണത്തിൻ്റെ അപാകത കൊണ്ടാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ നൽകേണ്ടത്. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം, ഇതുവരെയുള്ള അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് സാധാരണഗതിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ അന്വേഷണത്തിന് തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രധാനപ്പെട്ട 3 പ്രതികൾക്ക് ഇതിനകം തന്നെ ജാമ്യം ലഭിച്ചു. ആ ജാമ്യം ലഭിക്കാനുള്ള കാരണം 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ജാമ്യ ആനുകൂല്യമാണ്. അത് വിജിലൻസ് കോടതി, കൊല്ലം വിജിലൻസ് കോടതി അനുവദിച്ച് നൽകുകയും ചെയ്തു. ഇതിനകത്ത് ഇപ്പോൾ 3 പേര് പുറത്തിറങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ നിൽക്കുന്ന പ്രതിയാണ് മുരാരി ബാബുവിന് 2 കേസിലും ജാമ്യം ലഭിച്ചു. മറ്റ് 2 പേർക്കും പ്രധാനമായും ദ്വാരപാലക പാളികളിലും കട്ടളപ്പാളിയിലും ജാമ്യം ലഭിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഏറ്റവും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി രണ്ടാമത്തെ കേസിൽ, ആദ്യത്തെ കേസിൽ ജാമ്യം അനുവദിച്ചു കോടതി. രണ്ടാമത്തെ കേസിൽ ആ ജാമ്യഹർജി കൊടുത്തപ്പോൾ അത് കോടതി വാദം കേൾക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇതിനകത്ത് വാദം കേൾക്കില്ല, കാരണം 90 ദിവസത്തിൻ്റെ ആനുകൂല്യം വാദം കേൾക്കാതെ തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ബുധനാഴ്ചയിലത്തേക്ക് വാദം കേൾക്കാൻ മാറ്റിവെക്കുമ്പോൾ കോടതിക്ക് ആ ജാമ്യം കൊടുക്കുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. അത് കുറച്ചും കൂടി ആലോചിച്ച് കൊടുക്കേണ്ട ജാമ്യമാണ് എന്നാണ് കോടതി ചിന്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്കറിയില്ല ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത്. ആ കണ്ടെത്തിയിരിക്കുന്ന എന്ത് തന്നെയായാലും അതിന് ആധികാരികമായ തെളിവ് കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ആ തെളിവിൻ്റെ ബലം കുറഞ്ഞതുകൊണ്ടാണ് കുറ്റപത്രം നൽകാത്തതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആ തെളിവ് അവർ പ്രതീക്ഷിച്ചിരുന്നത് VSCയിലെ പരിശോധന. VSCയിലെ പരിശോധന എപ്പോഴേക്ക് പൂർത്തിയാകും? അക്കാര്യത്തിൽ ഒരു സമയബന്ധമായ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? VSCയിലെ പരിശോധന എപ്പോൾ പൂർത്തിയാകും എന്നുള്ളത് നമുക്കും എനിക്ക് തോന്നുന്നു SITക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം വൃശ്ചികം 1-ാം തീയതിയാണ്, നട തുറന്ന ദിവസമാണ് അവിടുന്ന് സാമ്പിളുകൾ SIT VSCക്ക് ആദ്യം കൊടുത്തത്. ആ സാമ്പിളുകളിൽ 2 മാസത്തെ പരിശോധനകൾക്ക് ശേഷമാണ്, 2 മാസത്തിന് ശേഷമാണ് SITക്ക് അതിൻ്റെ പരിശോധനാ ഫലം കിട്ടുന്നത്. ആ പരിശോധനാ ഫലം കിട്ടുമ്പോഴാകട്ടെ അതിനകത്തൊരു കൃത്യത ഉണ്ടായിരുന്നില്ല. അതിനകത്ത് എന്താണ് ആ പാളികൾക്ക് സംഭവിച്ചത്? ഒറിജിനൽ പാളി മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് പാളി കൊണ്ടുവച്ചതാണോ, അതല്ല പഴയ പാളിയിലെ സ്വർണ്ണം ഉരുക്കിയിട്ട് അതേ പാളിയിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവച്ചതാണോ എന്നുള്ള കാര്യത്തിലാണ് ആധികാരികതയില്ലാത്തത്. അതിന് ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴും അതിലൊരു ഉറപ്പ് പറയാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ടാണ് വീണ്ടും നട അടച്ച ദിവസം തന്നെ വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ച് VSCക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് SIT ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ SITയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും പറയുന്നത് ഇതിനകത്ത് പരിശോധനകൾ തുടരുകയാണ്. ആ പരിശോധനകളിൽ നിന്ന് എപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്തിമ ഫലം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തിട്ടവുമില്ല എന്നുള്ളതാണ്. ഏതായാലും ആ പരിശോധന ഫലം കിട്ടിയെങ്കിൽ മാത്രമേ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഈ കേസ് എത്തി നിൽക്കുന്നത്. അപ്പോൾ VSCയിലെ പരിശോധന ഫലം അത് വളരെ ശാസ്ത്രീയമായൊരു അടിത്തറ ഈ കേസിന് നൽകിയാൽ മാത്രമേ, ഇപ്പോൾ കോടതിനെ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് വലിയ സ്വർണ്ണക്കൊള്ള നടന്നു എന്നത്. അക്കാര്യത്തിൽ SITക്കും മറിച്ചൊരു അഭിപ്രായമില്ല. പക്ഷേ ഇത് ശാസ്ത്രീയമായ പ്രധാനപ്പെട്ട തെളിവ് എന്ന നിലയിൽ VSCയുടെ പരിശോധനാ ഫലം അത് വളരെ പ്രധാനമായി ഈ കേസിൽ മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ കുറ്റപത്രം കൊടുക്കാൻ കഴിയൂ. അങ്ങനെയാണെങ്കിലാണ് ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും കുറേ കൂടി ഒരു വ്യക്തത വരൂ. അങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം അല്ലേ? കുറ്റപത്രം നൽകണമെങ്കിൽ എന്താണ് കുറ്റം എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അപ്പം സ്വർണം കൊള്ളയടിച്ചു, അവിടെ സ്വർണത്തിന് നഷ്ടം സംഭവിച്ചു. അതായത് 1998 ഗോൾഡ് ക്ലാഡ് വെച്ചിരുന്ന ചെമ്പിനകത്ത് 2019 വരെ ഉണ്ടായിരുന്ന സ്വർണം ഇപ്പോഴില്ല.
2019 ആ പാളികൾ എടുത്തുകൊണ്ട് പോയതിനു ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 4 കിലോ സ്വർണം കുറഞ്ഞാണ് ഇരിക്കുന്നത്. ആ 4 കിലോ സ്വർണം എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നാണ് അന്വേഷണം നടക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ആ പാളികൾ അപ്പാടെ മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ, പാളികളിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്തതാണോ, ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ പറ്റൂ. എങ്ങനെയാണ് ഈ ക്രൈം നടന്നത്? അതെ, അക്കാര്യത്തിൽ അതാണ് വ്യക്തത ഇല്ലാത്തത്. ഇനി ഒരു പക്ഷേ SITക്ക് ഒരു പക്ഷേ വ്യക്തത കാണും. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഹൈക്കോടതി അന്വേഷണത്തിൽ ഒരു അപാകതയും ഒരു പരാമർശവും നടത്തി. അതായത് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് ഇതുവരെയും ഒരു അപാകത ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പല കാര്യങ്ങളും രഹസ്യ സ്വഭാവത്തിലാണ്, മൊഴികളടക്കം. അപ്പോൾ എന്തൊക്കെയോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ബലപ്പെടുത്തുന്ന തെളിവുകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് അന്വേഷണം ഒരു അന്വേഷണത്തിൽ പാളിച്ച സംഭവിച്ചു എന്നൊന്നും ഈ ഘട്ടത്തിൽ പാളിച്ച സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അന്വേഷണം പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കുറ്റപത്രം സമയത്ത് സമർപ്പിക്കാൻ കഴിയാതെ വന്നാൽ അതൊരു പക്ഷേ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നതിനെ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്ന ഇടത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്.